ഓസ്കാർ പ്രഖ്യാപന രാത്രിയിൽ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെട്ട ക്ലിപ്പുകളിലൊന്ന്. അക്കാദമി പുരസ്കാര പ്രഖ്യാപന ചടങ്ങുകൾക്ക് ശേഷം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം വേദിയിലെ പ്രിയങ്ക ചോപ്രയുടെ മൗനം. No to war and free Palestine. റെഡ് കാർപ്പറ്റിലെത്തിയ സ്പാനിഷ് ആക്ടർ ഹാവിയർ ബാർഡമിന്റെ നോ ടു വാർ ആൻഡ് ഫ്രീ പലസ്തീൻ എന്ന വാക്കുകൾ ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടതിനൊപ്പം ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ നിശബ്ദയായി അരികിൽ നിന്ന പ്രിയങ്ക ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. താരതമ്യേന അധിക നാടകീയതയോ പ്രക്ഷോഭങ്ങളോ വിവാദങ്ങളോ ഒന്നും തന്നെ ഇല്ലാതിരുന്ന ഓസ്കാർ വേദിയായിരുന്നു ഇത്തവണത്തേത്. ആകെ ഉണ്ടായിരുന്നുവെന്ന് പറയാവുന്നത് ബാർഡമിന്റെ പലസ്തീൻ അനുകൂല പ്രസ്താവനയായിരുന്നു. മുൻപും തന്റെ പൊളിറ്റിക്കൽ നിലപാടുകൾ പൊതുവിടങ്ങളിൽ തുറന്നു പറഞ്ഞിട്ടുള്ള താരമാണ് ബാർഡം. അടുത്ത കാലത്ത് ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര സമ്മർദ്ദം ആവശ്യപ്പെട്ട് അദ്ദേഹം ഉന്നയിച്ച വിമർശനങ്ങളും ജിനോസൈഡ് പഠന സംഘടനയുടെ പ്രസ്താവനകളിൽ അദ്ദേഹം നടത്തിയ പരാമർശങ്ങളും ഒക്കെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. ഈ വർഷം തുടക്കത്തിൽ ബെർലിൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തെ വിമർശിച്ച് 100-ലധികം സിനിമാ പ്രവർത്തകരുമായി ചേർന്ന് ഒരു തുറന്ന കത്ത് ഒപ്പുവെച്ചതൊക്കെ വാർത്തകളിൽ വന്നതാണ്. അതുകൊണ്ട് ഓസ്കർ വേദിയിലെ അദ്ദേഹത്തിന്റെ പ്രസ്താവന ഒട്ടും തന്നെ അപ്രതീക്ഷിതമായിരുന്നില്ല. കിട്ടിയ കയ്യടിയും ചെറുതായിരുന്നില്ല. പക്ഷേ പ്രിയങ്ക ചോപ്ര ബാർഡമിൽ നിന്ന് ആ മൊമെന്റിൽ അത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് പ്രതീക്ഷിച്ചിരുന്നില്ലേ? വീഡിയോ പങ്കുവെക്കുന്നവരുടെ സംശയം ഇതാണ്. കാരണം അദ്ദേഹത്തിന്റെ അടുത്തു നിന്ന പ്രിയങ്ക ഒന്നും തന്നെ പ്രതികരിച്ചില്ല. ചെറിയൊരു പുഞ്ചിരിയോടെ തലയാട്ടി അദ്ദേഹം പറഞ്ഞത് അംഗീകരിക്കുന്ന പോലെ ഒരു ന്യൂട്രൽ സ്വഭാവത്തിൽ അങ്ങ് നിന്നു. ചില സെക്കൻഡുകൾ മാത്രം നീണ്ടുനിന്ന പ്രതികരണം. പക്ഷെ പ്രിയങ്കയുടെ ഈ റിയാക്ഷൻ ഒരു വിഭാഗം ആളുകളെ ഒട്ടും തന്നെ തൃപ്തിപ്പെടുത്തിയിട്ടില്ല. ഫ്രെയിം ബൈ ഫ്രെയിം പരിശോധിച്ച് പ്രിയങ്കയുടെ മാനറിസം ഫലസ്തീൻ വിരുദ്ധമെന്ന് പോലും വ്യാഖ്യാനിക്കപ്പെടുന്നു. ഇസ്രായേലിന് വേണ്ടി ആദർശം അടിയറവ് വെച്ച സയനിസ്റ്റ് എന്ന് പോലും കുറ്റപ്പെടുത്തുന്നു. ചോദ്യങ്ങൾ വരുന്നു, അവരെന്തുകൊണ്ടും മിണ്ടാതിരുന്നുവെന്ന്. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വീഡിയോ ക്ലിപ്പുകൾ എക്സിലും റെഡിറ്റിലും വൈറലാവുന്നു. ബാർഡത്തെ പലരും പ്രശംസിച്ചു, ഒപ്പം പ്രിയങ്കയെ പരിഹസിച്ചു. ബ്ലോഗർ ധ്രുവ് രത്തിയുടെ കടുത്ത വിമർശനം കൂടി വന്നപ്പോൾ സംഭവം കൈവിട്ടുപോയി. പ്രിയങ്ക ചോപ്ര ഒരു യൂണിസെഫ് ഗുഡ്വിൽ അംബാസിഡർ ആയിരുന്നിട്ടും ഇത്തരം ഒരു വിഷയത്തിൽ നിലപാടെടുക്കാത്തത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്ന അഭിപ്രായത്തിൽ ധ്രുവ് രത്തി ഉറച്ചു നിൽക്കുന്നു. കുട്ടികളുടെ അവകാശങ്ങൾ, വിദ്യാഭ്യാസം, ലിംഗസമത്വം എന്നിവയ്ക്കൊക്കെ വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളാണ് പ്രിയങ്ക. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ വിഷയങ്ങളിലെ നിശബ്ദത ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഇത്ര ലളിതമായ കാര്യങ്ങളിൽ പോലും സ്റ്റാൻഡ് എടുക്കാൻ കഴിയില്ലെങ്കിൽ എന്തിനാ സ്ഥാനത്ത് തുടരുന്നുവെന്നും ധ്രുവ് ചോദിക്കുന്നു. പക്ഷേ ധ്രുവിന്റെ വ്യക്തിപരമായ ഈ അഭിപ്രായം പ്രിയങ്കയ്ക്കെതിരായ ഹേറ്റ് ക്യാമ്പയിനിന് ആക്കം കൂട്ടി. 2019 ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനെതിരെ നടത്തിയ ആക്രമണത്തെയും ഇസ്രായേൽ പ്രതിരോധ സേനയെയും ശക്തമായി പിന്തുണച്ച നടി ഗാൽ ഗുഡോട്ടുമായി പ്രിയങ്കയെ താരതമ്യം ചെയ്തുള്ള മീമുകളും വന്നു. അവർ അവതരിപ്പിച്ച അവാർഡിനേക്കാൾ കൂടുതൽ ചർച്ചയായത് ആ ഒരു വാചകവും അതിനോടനുബന്ധിച്ച നിശബ്ദതയുമായി പോയി. ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിനിടെ മതിയായ രീതിയിൽ പ്രതികരിക്കാത്തത് യുദ്ധത്തെ പ്രോത്സാഹിപ്പിച്ചതായി ആരോപിക്കപ്പെട്ട് മുൻപും പ്രിയങ്കയ്ക്കെതിരെ വിമർശനങ്ങൾ നടന്നിട്ടുണ്ട്. അന്ന് ഗാസ വിഷയത്തിൽ സീസ്ഫെയർ ആവശ്യപ്പെട്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് മാത്രമേ പ്രിയങ്ക പങ്കുവച്ചിട്ടുള്ളൂ അത്രേ. മറ്റൊരിക്കൽ ഒരു സ്റ്റോറി റീഷെയർ ചെയ്യുക മാത്രമാണത്രേ പ്രിയങ്ക ചെയ്തത്. ഇത് മതിയോ എന്നാണ് ചോദ്യം. ഒരു പരിധിവരെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പ്രിയങ്കയും ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു. കാരണം അവർ നേടിയെടുത്തിട്ടുള്ള പ്രിവിലേജ് തന്നെയാണ്. 18-ാം വയസ്സിൽ മിസ് ഇന്ത്യ കിരീടം ചൂടിയ, ബോളിവുഡിലും ഹോളിവുഡിലും എല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച ഗ്ലോബൽ സ്റ്റാർ. ഇന്ത്യൻ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ 2 പതിറ്റാണ്ടായി തിളങ്ങി നിൽക്കുകയാണ് പ്രിയങ്ക ചോപ്ര. 2002 ഒരു തമിഴ് സിനിമയിലൂടെയും 2003 ബോളിവുഡിലൂടെയും എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയുടെ ഭാഗമായ പ്രിയങ്ക ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ ഒരാളാണ്. മഹേഷ് ബാബുവിനൊപ്പം അഭിനയിക്കാൻ വേണ്ടി വാരാണസി എന്ന ചിത്രത്തിലെ 30 കോടി രൂപയാണ് പ്രിയങ്ക പ്രതിഫലം കൈപ്പറ്റിയതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. സിറ്റാഡിൽ എന്ന വെബ് സീരീസിൽ അഭിനയിക്കാൻ 41 കോടിയാണ് പ്രിയങ്ക പ്രതിഫലം വാങ്ങിയതത്രേ. നിലവിൽ നായകന് തുല്യം തന്നെ പ്രതിഫലം കൈപ്പറ്റുന്ന ചുരുക്കം നടിമാരിൽ ഒരാളാണ്. ഹോളിവുഡിലെ ഏറ്റവും ധനികരായ ദമ്പതികളുടെ പട്ടികയിലുമുണ്ട് 1250 കോടി രൂപയുടെ ആസ്തിയോടെ പ്രിയങ്ക ചോപ്രയും നിക് ജൊനാസും. രാഷ്ട്രപതി പ്രണവ് മുഖർജിയിൽ നിന്ന് പത്മശ്രീ പുരസ്കാരം ലഭിച്ച അതേ വർഷം 2016 പ്രിയങ്ക ചോപ്ര 88ാമത് ഓസ്കർ വേദിയിൽ ആദ്യമായി അവതാരകയായി എത്തിയത്. ആഗോളതലത്തിൽ യൂണിസെഫ് അംഗത്വം ലഭിച്ചതും അതേ വർഷം തന്നെയാണ്. വൈറ്റ് ഹൗസ് സന്ദർശിക്കാനും ബരാക് ഒബാമയ്ക്കൊപ്പം അത്താഴ വിരുന്നിലേക്കും ക്ഷണം ലഭിച്ച ഇന്ത്യക്കാരി ഓസ്കാറിൽ വീണ്ടും ക്ഷണിക്കപ്പെടുന്നു. ഇത്രയും പ്രിവിലേജുകൾക്ക് മുകളിൽ നിന്ന് വെറുതെ ചിരിച്ചാൽ മതിയോ? നിലപാടുകൾ ഉറക്കെ പറയാൻ, മൈനോരിറ്റിയുടെ ശബ്ദമാകാൻ പ്രിയങ്ക നിങ്ങൾ ബാധ്യസ്ഥയല്ലേ എന്നതാണ് ചോദ്യം.